നമസ്കാരം. ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്നൊരു പുസ്തകം പരിചയപ്പെടുത്താനായി എത്തിയതാണ്. ശ്രീ PN ദാസിൻ്റെ ഒരു തുള്ളി വെളിച്ചം എന്ന പുസ്തകം. പേരുപോലെ തന്നെ ഓരോ അധ്യായവും നമുക്ക് നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ നന്മയുടെ ഒരു തുള്ളി വെളിച്ചം പകർന്നു തരുന്നുണ്ട് ഈ പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങളും. കഥയും കവിതയും നോവലുമൊക്കെ ഇതിനോടകം പരിചയപ്പെട്ടിട്ടുണ്ടാകും. ഇത് മറ്റൊരു തരത്തിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന പുസ്തകമാണ്. സെൻ കഥകൾ ഇഷ്ടമാണെങ്കിൽ, ഐതിഹ്യമാലയിലെ കഥകൾ ഇഷ്ടമാണെങ്കിൽ, മുല്ല നസറുദ്ദീൻ്റെ കഥകൾ ഇഷ്ടമാണെങ്കിൽ ഈ പുസ്തകത്തിലെ ഓരോ കഥയും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഇനി ഈ പുസ്തകത്തിലെ ഓരോ അധ്യായത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പേരിലുള്ള പ്രത്യേകതയാണ്. സ്നേഹനാളം, ഭക്ഷണനാളം, പ്രകാശനാളം, ക്ഷമാനാളം, മാനവനാളം, ദിവ്യനാളം, കർമ്മനാളം എന്നിങ്ങനെയാണ് ഈ പുസ്തകത്തിലെ ഓരോ അധ്യായത്തിനും പേര് നൽകിയിരിക്കുന്നത്. നാളം എന്നാൽ പ്രകാശം. ഞാനിതിലെ ഒരു കഥ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. മഹാഭാരതത്തിൽ യുധിഷ്ഠിരനെ പറ്റി സുന്ദരമായൊരു കഥയുണ്ട്. അദ്ദേഹത്തിന് തൻ്റെ മുന്നിലെത്തുന്ന ഏതൊരാളുടെ നേരെയും അസാധാരണമായ സ്നേഹമുണ്ടായിരുന്നു. ഒരാളുടെ നേരെ പോലും അദ്ദേഹം നീരസമോ വെറുപ്പോ തോന്നിയിരുന്നില്ല. കാരണം ഒരാളിൽ അദ്ദേഹം ഒരു കുറ്റമോ കുറവോ കണ്ടിരുന്നില്ല. അതേ രാജവംശത്തിൽപ്പെട്ട വേറൊരു രാജാവുണ്ടായിരുന്നു, ദുര്യോധനൻ. അദ്ദേഹത്തിന് ഒരു സവിശേഷതയുണ്ടായിരുന്നു, മറ്റുള്ളവരുടെ ദോഷങ്ങൾ മാത്രം കാണുക. 99% ഗുണമുള്ള ഒരാളുടെ 1% ദോഷത്തിന് നേരെയാണ് അയാൾ നോക്കിയിരുന്നത്. അതുകൊണ്ട് തൻ്റെ കൺമുന്നിൽ വന്ന് നിൽക്കുന്നവരെല്ലാം അധമന്മാരായി അദ്ദേഹം കണ്ടു. ഒരു ദിവസം ശ്രീകൃഷ്ണൻ ഈ രണ്ടുപേരെ അടുത്തേക്ക് വിളിച്ചു. യുധിഷ്ഠിരനെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചിട്ട് പറഞ്ഞു, താങ്കൾ കൊട്ടാരത്തിൽ നിന്ന് പുറത്തുപോയി ദോഷമുള്ള ഒരാളെ കണ്ടുപിടിച്ച് തിരിച്ചു വരണം. അദ്ദേഹം അത്തരം ഒരാളെ തേടി പകൽ മുഴുവൻ അലഞ്ഞു. വൈകുന്നേരം മടങ്ങിയെത്തി ശ്രീകൃഷ്ണനോടായി പറഞ്ഞു, അധമന്മാരായ ഒരാളെയും ഞാൻ കണ്ടില്ല എന്ന്. തുടർന്ന് ദുര്യോധനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഇനി താങ്കളുടെ ഊഴമാണ്, പുറത്തുപോയി നല്ല ഒരാളെ കണ്ടുപിടിച്ചു കൊണ്ടുവരൂ. പകൽ മുഴുവൻ നടന്നിട്ടും ഒരൊറ്റ നല്ല മനുഷ്യനെ പോലും ദുര്യോധനന് കണ്ടെത്താനായില്ല. ഇനി ഈ കഥ തരുന്ന നാളം എന്താണെന്ന് നോക്കാം. ഒരാൾ നല്ലവനാണെങ്കിൽ അയാൾക്ക് ലോകമാകെ നല്ലതായി തോന്നും. ഒരാൾ ചീത്തയാണെങ്കിൽ ലോകമാകെ അയാൾക്ക് ചീത്തയായി തോന്നും. ഓരോ മനുഷ്യനിലും ഓരോ തരം നന്മകളുണ്ട്. നാം അത് മാത്രം കണ്ടാൽ മതി. മറ്റുള്ളവരുടെ എന്തെങ്കിലും ചീത്ത കാര്യങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അവയെല്ലാം എന്നിലും ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഇനി നോക്കുക, ഒരാൾ ഇപ്രകാരം മറ്റുള്ളവരുടെ കുറവുകൾ മാത്രം കാണാൻ തുടങ്ങിയാൽ നന്മ അപ്രത്യക്ഷമായി പോകും. ഒരാളിൽ പതുക്കെ തിന്മ വളർന്നു വരികയും ചെയ്യും. മറ്റുള്ളവരെ നിന്ദിക്കുകയും വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അയാളുടെ മനസ്സ് കൂടുതൽ അശുദ്ധമായി തീരും. ഇങ്ങനെ ഓരോ കഥയുടെ അവസാനം ഒരു നാളം വായനക്കാരനായിട്ട് എഴുത്തുകാരൻ സമ്മാനിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള 100ഓളം നാളങ്ങൾ ഈ ഒരു തുള്ളി വെളിച്ചത്തിനകത്തുണ്ട്. ഈ പുസ്തകം വായിക്കുമല്ലോ കൂട്ടുകാർ? വായിക്കണം. രസകരമായി വായിച്ചു പോകാൻ പറ്റുന്ന, ഹൃദയത്തിൽ നന്മയുടെ ഒരു നാളമെങ്കിലും അവശേഷിപ്പിക്കാൻ ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും. വായനയുടെ വസന്തകാലത്തിൽ നിങ്ങളുടെ മനസ്സ് നിറയെ നന്മയുടെ പൂക്കാലങ്ങൾ നിറയട്ടെ. നന്ദി, നമസ്കാരം.